Hello everyone. Today we are going to discuss a TED Talk by Emma Watson named He for She. Okay. Emma Watson പറ്റി പറയുകയാണെങ്കിൽ ഷീസ് an English actress and famous as Hermione Granger from Harry Potter series. Harry Potter movie series കണ്ടിട്ടുണ്ടെങ്കിൽ one of the main characters ആണ് ആര് Emma Watson play ചെയ്തിട്ടുള്ള Hermione Granger. Apart from being an actress, she is also an activist. ഇപ്പോൾ Emma Watson is regarded as goodwill ambassador for women. Okay. Now, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് വീഡിയോടത്. അതിൽ നിങ്ങൾ 6th മിനിറ്റ് വരെ കാണാം. അത് കണ്ടിട്ട് ശേഷം പോസ് ചെയ്തിട്ട് കം ടു ദിസ് റെക്കോർഡിംഗ്. ഓക്കെ. അപ്പം നമ്മൾ 6 മിനിറ്റ് വരെയുള്ള ഈ ഒരു വീഡിയോയുടെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ. സോ what is the name of the campaign? In this video, Emma Watson is introducing a UN campaign to us. ഒരു UN ക്യാമ്പയിനെ പറ്റിയിട്ട് പറയാനാണ് എമ്മ വാട്സൺ. സോ ദ നെയിം ഓഫ് ദാറ്റ് ക്യാമ്പയിൻ ഇസ് ഹീ ഫോർ ഷീ. ഹീ ഫോർ ഷീ ബൈ UN. അതാണ് ഈ ഒരു ക്യാമ്പയിൻ. ഇനി വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ക്യാമ്പയിൻ? ഈ ക്യാമ്പയിന്റെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്യാമ്പയിൻ ഇന്റൻഡഡ് ടു എൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഓർ എഫേർട്സ് ടു എൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി. ജെൻഡർ ഇൻഇക്വാലിറ്റിക്ക് എതിരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണിത് ഹീ ഫോർ ഷീ. നൗ നമ്മൾ ഒരുപാട് ഫെമിനിസ്റ്റ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നൗ വൈ ഈസ് ദിസ് ക്യാമ്പയിൻ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ സ്പെഷ്യൽ ആവുന്നത് എന്നാണല്ലോ ക്വസ്റ്റ്യൻ. സോ ദിസ് ക്യാമ്പയിൻ ഈസ് ഗാൽവനൈസിംഗ് മെൻ ആൻഡ് ബോയ്സ് ആസ് അഡ്വക്കേറ്റ്സ് ഫോർ ടാഞ്ചിബിൾ ചേഞ്ച്. സാധാരണ നമ്മൾ ഒരു വിമൻസ് റൈറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് അധികവും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകൾ ആരായിരിക്കും? സ്ത്രീകളും അതേപോലെ തന്നെ പെൺകുട്ടികളും ആയിരിക്കും. പക്ഷേ ഇവിടെ ത്രൂ ദിസ് ക്യാമ്പയിൻ എമ്മ വാട്സൺ ഈസ് ഇൻവൈറ്റിംഗ് മെൻ ആൻഡ് ബോയ്സ് ടു ബി പാർട്ട് ഓഫ് ദിസ് ക്യാമ്പയിൻ. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എതിരായിട്ടുള്ള ഈ ക്യാമ്പയിനിൽ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും അതേപോലെ തന്നെ ആൺകുട്ടികളെയും ഈ ഒരു കോസിന്റെ പാർട്ട് ആവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആൻഡ് ബി അഡ്വക്കേറ്റ്സ് ഓഫ് ടാഞ്ചിബിൾ ചേഞ്ച്. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസ് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി പോകാറുണ്ട്. അതിന് പകരം ടാഞ്ചിബിൾ ചേഞ്ച്, കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആളുകളായിട്ട് മാറാൻ, അത് സൃഷ്ടിക്കുന്ന അഡ്വക്കേറ്റ്സ് ആയിട്ട് മാറാൻ ആരെ ക്ഷണിക്കുകയാണ്? ആൺകുട്ടികളെയും അതേ തന്നെ പുരുഷന്മാരെയും ക്ഷണിക്കുകയാണ്. സോ ഫെമിനിസത്തിനെ ഇപ്പൊ പലപ്പോഴും ഒരു നെഗറ്റീവ് കോണോട്ടേഷനിലൂടെയാണ് നമ്മൾ കാണുന്നത്. അറ്റ് ടൈംസ് ഫൈറ്റിംഗ് ഫോർ വിമൻസ് റൈറ്റ് ഓഫ് ഫെമിനിസം ഇസ് ഇക്വേറ്റഡ് വിത്ത് മാൻ ഹേറ്റ്. ഇപ്പൊ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ഓബിയസ്ലി ആൾക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആണുങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരാളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ടാവുന്നുണ്ട് ജനങ്ങളിൽ. അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് കൂടിയാണ് എമ്മ വാട്സൺ പറഞ്ഞത്. സോ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഫെമിനിസം. സോ എന്താണ് ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത്? Feminism is nothing but the belief that men and women should have equal rights. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വൽ റൈറ്റ്സ് വേണം എന്ന് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണെന്ത് ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ തിയറി ഓഫ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് ദ സെക്സസ്. ഇക്വാലിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള ഇക്വാലിറ്റി എന്ന് ചോദിക്കാം. ഇക്വാലിറ്റി എന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള, എക്കണോമിക്കൽ, സാമ്പത്തികപരമായിട്ടുള്ള ആൻഡ് ഓൾസോ സോഷ്യൽ, സാമൂഹികപരമായിട്ടുള്ള ഒരു ഇക്വാലിറ്റി. അതാണ് ഫെമിനിസത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളിപ്പം ജെൻഡറിനെ ഓരോരുത്തരും അവരവരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇഫ് യു ആർ ബോൺ എ വുമൻ, നിങ്ങളുടെ ജീവിത എക്സ്പീരിയൻസ്, നിങ്ങൾ ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷൻസ്, അതിലൂടെയാണ് ഈ സമൂഹം എത്രത്തോളം സെക്സിസ്റ്റ് ആണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. അപ്പൊ ഇവിടെ ഈ സ്പീച്ചിൽ എമ്മ വാട്സൺ അവർക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ അവരുടെ ചുറ്റും അവരുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഡിസ്കസ് ചെയ്യുകയാണ്. സോ അതെന്താണ്? സോ അറ്റ് ദ ഏജ് ഓഫ് 8 ഷീ വാസ് കോൾഡ് ബോസി. 8ാമത്തെ വയസ്സിൽ എമ്മ വാട്സൺ എന്താണ് പറഞ്ഞത്? ബോസി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്. സോ വൈ വാസ് ഷീ കോൾഡ് ബോസി? റീസൺ മറ്റൊന്നായിരുന്നില്ല. എമ്മ വാട്സൺ ഹാസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അപ്പം 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട് എമ്മ വാട്സൺ. സോ കുട്ടികളെല്ലാം കൂടി പാരന്റ്സിന് വേണ്ടി എന്തെങ്കിലും നമ്മളൊക്കെ പാട്ട് പാടിക്കൊടുക്കും, പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യട്ടെ. അപ്പൊ ഒരു ചെറിയ പ്ലേ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ പാരന്റ്സ്. അപ്പൊ എമ്മ വാട്സൺ വാണ്ടഡ് ടു ഡയറക്റ്റ് ഇറ്റ്. അത് സംവിധാനം പോലെ എങ്ങനെയാ സ്റ്റേജ് സെറ്റപ്പ് എന്നൊക്കെ നോക്കേണ്ടത്, അത് ചെയ്യാൻ എമ്മ വാട്സന് താല്പര്യമുണ്ട്. ബട്ട് ഹർ ബ്രദേഴ്സ് കോൾഡ് ഹർ ബോസി.
കുറച്ച് ബോസിയാണല്ലോ, ഞങ്ങളെയൊക്കെ ഭരിക്കാൻ വരുന്നുണ്ടല്ലോ എന്ന രീതി. പക്ഷേ എമ്മ വാട്സൺ ചെയ്ത ഇതേ കാര്യം ഒരു ആൺകുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ഒരിക്കലും, അല്ലെങ്കിൽ എമ്മ വാട്സന്റെ ബ്രദർ ആണ് ഇതുപോലെ ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ ആരും ഒരിക്കലും എന്ത് പറയില്ല, ബോസി എന്ന് പറയുന്നത്. സോ തന്നെ ബോസി എന്ന് വിളിച്ചതിന്റെ കാരണം താനൊരു പെൺകുട്ടിയായതുകൊണ്ട് എന്നാണ് എമ്മ വാട്സൺ കരുതുന്നത്. Now, at the age of 14, she was sexualized by the media. Now, sexualize ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് വൺ പേഴ്സൺ ആസ് ആൻ ഒബ്ജക്ട് ഓഫ് സെക്ഷൽ പ്ലഷർ, അതിനെയാണ് നമുക്ക് എന്താ പറയുക, സെക്ഷലൈസ് ചെയ്യാൻ. വളരെ ചെറിയ ഏജിൽ തന്നെ മൂവി ഫിലിം ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ടുള്ള ഒരാളാണ് എമ്മ വാട്സൺ. അപ്പം ഹാരി പോട്ടർ മൂവി സീരീസിന്റെ ആ ഒരു ഫെയിം കൂടുന്നത്, പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു സെക്ഷൻ ഓഫ് മീഡിയ സ്റ്റാർട്ടഡ് സെക്ഷലൈസിങ് ഹർ. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ആർക്ക്, എമ്മ വാട്സൺ. Now, by the age of 15, her girlfriends started dropping out of their favorite sports team because they did not want to appear muscly. കാരണം അവൾ പിന്നെ തന്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറയാം. അപ്പം അവളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ടായി. പക്ഷെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ബിക്കോസ് ഓഫ് ദേ വർ പ്ലേയിങ് സ്പോർട്സ് ദേ സ്റ്റാർട്ടഡ് ഗെയിനിങ് മസിൽസ്. അപ്പം സ്പോർട്സ് കളിക്കുന്നവർക്ക് എന്തായാലും വിഗറസ് ട്രെയിനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് മസിൽസ് വരാൻ തുടങ്ങും. പക്ഷെ പെൺകുട്ടികൾക്ക് മസിൽസ് അത് ചേരാത്ത ഒരു കാര്യമാണെന്ന് വിചാരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, തങ്ങളുടെ ഫെമിനിറ്റി പോവും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയും ഗ്രാജുവലി ദേ സ്റ്റാർട്ടഡ് ഡ്രോപ്പിംഗ് ഔട്ട്. അവരെന്ത് ചെയ്തു, ആ സ്പോർട്സ് ടീമിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തുടങ്ങി. ഒരു തരത്തിൽ പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ജസ്റ്റ് ബിക്കോസ് സൊസൈറ്റി തങ്ങളെ ഫെമിനായി കാണില്ല എന്നുള്ളൊരു ആഗ്രഹം, ഒരു കാരണം അവരെന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങി, ഈവൻ ദോ ദേ ലൈക്ക് ദാറ്റ് സ്പോർട്സ്. Now, at the age of 18, her male friends were unable to express their feelings. 18 വയസ്സായതിനു ശേഷം എമ്മ വാട്സൺ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം, എമ്മ വാട്സന്റെ മെയിൽ ഫ്രണ്ട്സ്, ആൺ സുഹൃത്തുക്കൾക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സൊസൈറ്റി ഇമോഷൻസ് പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളെ വീക്കായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എമ്മ വാട്സന്റെ ഫ്രണ്ട്സ് ഹൂ വർ മെയിൽ, ദേ സ്റ്റാർട്ടഡ് ക്ലോസിംഗ് their ഇമോഷൻസ്. അവരുടെ ഇമോഷൻസ് അവർ അടക്കി പിടിച്ച് വെക്കാൻ. സോ ഇതൊക്കെ എമ്മ വാട്സൺ തന്റെ ജീവിതത്തിലും തന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതത്തിലും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നേരിടുമ്പോഴും എമ്മ വാട്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, that there will be gender equality in our society. നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാവും. ഇനി എന്തൊക്കെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് അവർ പറയുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഈക്വൽ പേ ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം, ഈക്വൽ പേ. അധിക ഇൻഡസ്ട്രീസിൽ നോക്കിയാലും ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ജോബ് പ്രൊഫൈൽസ് നമ്മൾ എടുത്തു നോക്കിയാലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാലറി തമ്മിലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അത് മാറണം എന്നുള്ളതാണ് എമ്മ വാട്സന്റെ ഒരാഗ്രഹം. ഫ്രീഡം ടു മേക്ക് ഡെസിഷൻസ് അബൌട്ട് ദെയർ ഓൺ ബോഡി. സ്ത്രീകളുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിന് ഒരു ഫെമിനിൻലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ ഇമേജ് എന്ന് പറയുന്നത് ഒരു സ്ലിം ഫെയർ അങ്ങനെയുള്ള ചില കോൺസെപ്റ്റ്സ്, ചില ഡിസ്കോഴ്സസ് സൊസൈറ്റിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കാരണം സ്ത്രീകൾ എപ്പോഴും സ്വന്തം ബോഡീനെ റെസ്ട്രിക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ട് മാറ്റാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ട്. അത് മാറണം. ഈ ഒരു ടെൻഡൻസി മാറണം എന്നുള്ളൊരു അഭിപ്രായമാണ് ആർക്ക്, എമ്മ വാട്സനുള്ളത്. സ്ത്രീകൾ സ്വന്തം ശരീരത്തിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻസ് അവർ തന്നെ എടുക്കും. അവർക്ക് ശരീരത്തിനെ മാറ്റാൻ, അതിപ്പം വണ്ണം വെക്കുകയോ വണ്ണം കുറയ്ക്കുകയോ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഡിസിഷൻസ് എടുക്കേണ്ടത് ആരാണ്, സ്ത്രീകൾ തന്നെയാണ്. മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല എന്നതാണ്. The next thing is women being involved in policies and decisions that will affect the lives of fellow women. Now, നമ്മളിപ്പം ലോ മേക്കിംഗ്, നിയമം ഉണ്ടാക്കുന്നിടത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പാർലമെന്റ് ആയിക്കോട്ടെ, നിയമസഭ ആയിക്കോട്ടെ, വിമൻ റെപ്രസെന്റേഷൻ ഇസ് കമ്പൽസറി. വിമൻ റെപ്രസെന്റേഷൻ വേണം എന്നാണ് ആര് പറയുന്നത്, എമ്മ വാട്സൺ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ലോ ആണ് ഉണ്ടാകും. അതിൽ ആരും ഉൾപ്പെടും, സ്ത്രീകളും ഉൾപ്പെടും. സ്ത്രീകൾ ഉൾപ്പെടുമ്പോൾ സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂ അത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ അതിനെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസി ആയിരിക്കണം. അങ്ങനെ ഒരു പോളിസി വരണമെങ്കിൽ ആ പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ ആരുടെ ഇൻവോൾവ്മെന്റും കൂടെ വേണം, സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റും കൂടെ വേണം എന്നുള്ള അഭിപ്രായമാണ് എമ്മ വാട്സൺ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ
ലോ മേക്കിംഗ് സിനാരിയോ, രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിക്കുന്ന നിയമം ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ സ്ത്രീകളും ഭാഗമാവണം എന്നാണ് പറയുന്നത്. നൗ വിമൻ ബീങ് ഗിവൻ ദ സെയിം റെസ്പെക്ട് ആസ് മെൻ. സൊസൈറ്റി സ്ത്രീകളെ ഒരു സെക്കൻഡ് കാറ്റഗറി സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കുന്ന അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് മാറി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വൽ റെസ്പെക്ട് വേണം എന്നുള്ളൊരു പോയിന്റ് കൂടി മുന്നോട്ട് വെക്കുകയാണ് ആര്, എമ്മ വാട്സൺ. നെക്സ്റ്റ്, വിമൻ ചൂസിങ് ടു ബി നോട്ട് ഐഡന്റിഫൈഡ് ആസ് ഫെമിനിസ്റ്റ്. ഇത് നമുക്ക് ചുറ്റും നിങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ടെൻഡൻസിയാണ്. നമ്മൾ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന ആളുകൾ പറയും. സോ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ അങ്ങനെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവും. കാരണം ദർ ഇസ് എ ഫെമിനിൻ, സോ ആ വാക്കിൽ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എന്നുള്ളൊരു കാരണമാണ് എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. വെൻ ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് ബോത്ത് ദ ജെൻഡേഴ്സ്. ജെൻഡറിന്റെ ഒരു ഇക്വാലിറ്റിയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ സ്ത്രീകൾ ഫെമിനിസ്റ്റ് അല്ലാതാവുന്നതിന്റെ അർത്ഥം വേറൊന്നല്ല, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളെ ഒരു സർട്ടൻ സ്റ്റീരിയോ ടൈപ്പോടുകൂടിയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇനി എന്താണ് ആ സ്റ്റീരിയോ ടൈപ്പ് നോക്കാം. അത് വേറൊന്നുമല്ല, ഫെമിനിസ്റ്റ് ആൾ കൺസിഡേഴ്സ് their expressions as too strong, aggressive and anti-men. ഫെമിനിസ്റ്റ്, അവള് ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇവൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അവർ വലുതായി തങ്ങളുടെ അഭിപ്രായം വാക്കുകളിലൂടെ സ്ട്രോങ് ആയി എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളെയാണ് ഫെമിനിസ്റ്റ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കാരണം അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെന്നും കരുതി തങ്ങൾ ഫെമിനിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പോലെയല്ല ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ ഒരു ടെൻഡൻസി മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ പ്രസന്റ്ലി ദർ ഇസ് നോ കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് ഹാവ് അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്ത ഒരു രാജ്യം പോലും ഈ ലോകത്തില്ല എന്ന് തന്നെ പറയാം. സോ ഈ സിറ്റുവേഷൻ മാറണമെങ്കിൽ എല്ലായിടത്തും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും തന്നെ ഫെമിനിസ്റ്റിന്റെ അഡ്വക്കേറ്റ്സ് ആയിട്ട് വരുന്നത്, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. നൗ തന്റെ സ്പീച്ചിൽ എമ്മ വാട്സൺ പ്രിവിലേജിനെ കുറിച്ച് പറയുന്നത്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, മറ്റൊരാൾക്ക് കിട്ടാത്ത ചില സാധനങ്ങൾ ഒരാൾക്ക് കിട്ടുമ്പോഴാണ് അയാൾ പ്രിവിലേജ്ഡ് ആകുന്നത്. ഇപ്പൊ നമ്മൾ റിച്ച് ആൻഡ് പുവർ എടുക്കുകയാണെങ്കിൽ റിച്ച് ഇസ് പ്രിവിലേജ്ഡ് നമ്മൾ പറയും. കാരണം എന്താ, പാവപ്പെട്ട ആൾക്കാർക്ക് ഇല്ലാത്തൊരു സാധനം, അതായത് പൈസ, അത് ആരുടെ കയ്യിലുണ്ട്, പണക്കാരുടെ കയ്യിൽ. സോ ദ റിച്ച് ഇസ് പ്രിവിലേജ്ഡ് എന്ന് പറയും. അതേപോലെ തന്നെ എമ്മ വാട്സൺ തന്നെ സ്വയം കാണുന്നത് ഇസ് എ പ്രിവിലേജ്ഡ് പേഴ്സൺ. എന്തൊക്കെയോ കയ്യിലുള്ള ആളായിട്ടാണ് എമ്മ വാട്സൺ അവരെ കാണുന്നത്. കയ്യിലുള്ളത് എന്ന് ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് ഭാഗ്യവശാൽ ലക്കിലി അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഷി ഗോട്ട് ഗുഡ് പാരൻസ്, ഷി ഗോട്ട് ഗുഡ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ഷി ഗോട്ട് ഗുഡ് മെന്റേഴ്സ്. തന്റെ ബ്രദേഴ്സിനെയും തന്നെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത ഒരു പാരൻസ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്, എമ്മ വാട്സൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ബ്രദേഴ്സിനേക്കാൾ ഒരു കാര്യത്തിൽ കുറഞ്ഞ ഒരാളല്ല ഞാൻ എന്നുള്ള ഒരു വിശ്വാസം ചെറുപ്പത്തിലെ തൊട്ടേ ആ കോൺഫിഡൻസിനെ എഫക്ട് ചെയ്തിട്ടില്ല. ഷീ ഗ്രൂ അപ്പ് ആസ് എ കോൺഫിഡന്റ് പേഴ്സൺ. നൗ സ്കൂളിൽ എത്തിയപ്പോഴും ദർ വിൽ ബി മെയിൽ സ്റ്റുഡൻസ്. അപ്പം മെയിൽ സ്റ്റുഡൻസുമായിട്ടും എമ്മ വാട്സനെ ടീച്ചേഴ്സ് ഒന്നും കമ്പയർ ചെയ്തില്ല. അവിടെയും എമ്മ വാട്സന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ആ സ്കൂളും കൊടുത്തിട്ടുണ്ട്. നൗ ഐ സെഡ് ഏർലിയർ ദാറ്റ് ഷീ വാസ് ആൻ ആക്ട്രസ്. എമ്മ വാട്സൺ ഒരു ആക്ട്രസ് ആണ്. ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ദർ വിൽ ബി മെന്റേഴ്സ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളുകളാണ് മെന്റേഴ്സ്. അപ്പം ആ ഒരു ആക്ടിങ് കരിയറിലേക്ക് വന്നപ്പോഴും എമ്മ വാട്സന്റെ മെന്റേഴ്സും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങളൊരു ഫീമെയിൽ സ്റ്റാർ ആണ്, ഇനി ഭാവിയിൽ നിങ്ങളൊരു കുഞ്ഞിന് ബർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ട് ആവും, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. പകരം അവരെന്ത് ചെയ്യുന്നു, എമ്മ വാട്സന്റെ പൊട്ടൻഷ്യൽ, ആ ഒരു ആക്ടിങ് എബിലിറ്റി കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ ഇതൊക്കെ അവർക്ക് കിട്ടിയ പ്രിവിലേജ് ആയിട്ട് അവർ കണക്കാക്കുകയാണ്. കാരണം ഷീ ഈസ് എമംഗ് ദ വെരി ഫ്യൂ ഹു ഗോട്ട് ദിസ് പ്രിവിലേജ്. ഇത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ലക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഈ ലോകത്തുള്ളൂ. അതിലൊരാളാണ് എമ്മ വാട്സൺ എന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്കിങ്ങനെ അതിനുവേണ്ടി വാദിക്കാൻ കഴിയുന്നത്, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്നത്. സോ അവരെ വളർത്തിയ ഇത്തരത്തിലുള്ള ആളുകൾ, അവരുടെ പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, ഷീ കോൾസ് ദം ആസ് ജെൻഡർ അഡ്വക്കേറ്റ്സ്. ഓക്കെ, നൗ നേരത്തെ പറഞ്ഞു ഫെമിനിസം എന്നുള്ള ഒരു വാക്കിനെ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് വ്യൂയിലൂടെയാണ് കാണുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദ വേർഡ് ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ദി ഐഡിയ ആൻഡ് അംബിഷൻ.
ഈ പേരിൽ അല്ലെങ്കിൽ ഈ വാക്കിൽ ഫെമിനിൻ എന്നുള്ള ഒരു പാട്ട് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് കണ്ണിലൂടെ കാണുന്നുണ്ട്. പക്ഷെ ഈ വാക്കല്ല ഇമ്പോർട്ടന്റ്, ഇതിന്റെ പിന്നിലുള്ള ഐഡിയ ആണ് എന്നാണ് ആര് പറയുന്നത്? എമ്മ വാട്സൺ പറയും. നൗ ഇനി വീഡിയോയിലേക്ക് തിരിച്ചു പോവുക. ബാക്കിയില്ല റെസ്റ്റ് ഓഫ് ദ വീഡിയോ കാണാം. ദെൻ റിട്ടേൺ ടു ദിസ് പ്രസന്റേഷൻ. ഓക്കെ, പാർട്ട് 2 ഉണ്ടായിരിക്കുന്നതായിരിക്കും.